പ്രോസിക്യൂഷൻ പറയുന്നത് അനുസരിച്ച് ഇന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു വാദം എന്നത് ഷാരോൺ ഈ ഗ്രീഷ്മയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ കുരുക്കിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. എന്തായാലും കൃത്യം ചെയ്തു എന്നും കൊലപ്പെടുത്തി എന്നതുമുള്ളത് അംഗീകരിക്കുന്നതായി ആ വാദം മാറുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു വാദം ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രതിഭാഗത്തിന് ഉന്നയിക്കാൻ സാധിക്കില്ല. കാരണം കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ള വാദം തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിഭാഗം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കൊലപാതകം തെളിഞ്ഞു, കൊല നടത്തിയത് ഗ്രീഷ്മ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ, കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ് പ്രതിഭാഗത്തിന് മുന്നിലുള്ള പോംവഴി. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു പുതിയ വാദം ഉന്നയിച്ചത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതേസമയം അന്വേഷണ സംഘം പറയുന്നത് അത്തരത്തിൽ ഗ്രീഷ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായുള്ള ഒരു തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും എവിടെ നിന്നും ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെളിവുകൾ ഇല്ല, അതൊരു കെട്ടുകഥ മാത്രമാണ്. ആത്മഹത്യാ പ്രവണതയുള്ള പെൺകുട്ടി അല്ല ഈ ഗ്രീഷ്മ എന്ന വാദം കൂടിയാണ് ഇന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അന്വേഷണ സംഘവും അത്തരത്തിൽ പരാമർശിക്കുന്നു. അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യുകയായിരുന്നു. അതായത് വിഷം കലർത്തിയ കഷായം സ്വയം കഴിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനപ്പുറത്ത് ഷാരോൺ എന്ന കാമുകന് അല്ലെങ്കിൽ സുഹൃത്തിന്, ആൺ സുഹൃത്തിന് ഒരു കാരണവശാലും നൽകുകയില്ല. അത് കൃത്യമായ കൊലപാതക ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. ഒപ്പം പ്രതിഭാഗം മറ്റൊരു വാദം ഉന്നയിച്ചത് ഗ്രീഷ്മയുടെ പ്രായത്തെ സംബന്ധിച്ചാണ്. കുറ്റകൃത്യം നടത്തുമ്പോൾ 22 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളത്. ഇങ്ങനെയുള്ള വാദങ്ങൾ ആണ് നടന്നത്. ഇപ്പോൾ വി വിനോദും MG മിഥുനും തുടരുന്നുണ്ട് കോടതി പരിസരത്ത് നിന്ന്. വിനോദവാദത്തിന് ശേഷമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളിക്കളയുകയാണ്. ഞാൻ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോൺസന്റെ സമീപമാണ്. മിഥുനാണ് പ്രോസിക്യൂട്ടറുടെ ബൈറ്റ് എടുത്തത്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അത് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP ജോൺസണും ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് സൈനികനുമായുള്ള ഒരു വിവാഹബന്ധം വരുന്നു, ആ സമയത്ത് ഷാരോണിനെ ഒഴിവാക്കണം. അതിന് ചില കാര്യങ്ങൾ, അതായത് ഈ ജാതക ദോഷമൊക്കെ പറയുകയാണ്. ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും എന്ന കാര്യം പറയുന്നു, ജാതിയുടെ മതത്തിൻ്റെയും പ്രശ്നം പറയുന്നു. പക്ഷേ ഇതിലും ഒന്നും തന്നെ ഷാരോൺ പിന്മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൈനികനുമായുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടി ഷാരോണിനെ ഒഴിവാക്കുക എന്നതാണ്. ഷാരോൺ ഒരു ഭീഷണിയായി എന്നും ഉണ്ടാകുമെന്ന് ഗ്രീഷ്മ കരുതി, അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത്. മാത്രമല്ല ഈ ആത്മഹത്യാ പ്രവണത ഉള്ള വ്യക്തി എന്ന കാര്യം പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളിക്കളയുകയാണ്. ഈ കേസ് വന്നതിന് ശേഷമാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശുചിമുറിയിലുണ്ടായിരുന്ന ലൈസോൾ കുടിക്കുന്നത്. അതിനു മുൻപ് എപ്പോഴെങ്കിലും ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചതായി ഒരു രേഖയുമില്ല. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ചരിത്രമില്ല, ആത്മഹത്യയ്ക്ക് അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല എന്ന കാര്യം പ്രോസിക്യൂഷൻ കൃത്യമായി പറയുന്നു. മറ്റൊന്ന് ഈ നഗ്ന ചിത്രങ്ങളുടെ കാര്യമാണ്. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം. അങ്ങനെ ഒരു ദൃശ്യമില്ല. ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും ഫോണുകൾ വിശദമായി പരിശോധിച്ചതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇവർ ആരോപിക്കുന്നത് പോലെ ഒരു ദൃശ്യം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പോലീസും പ്രോസിക്യൂഷനും ഇന്ന് കൃത്യമായി അവർ ആ കാര്യം പറയുന്നുണ്ട്. പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതാണ്. ഈ ഫോണുകൾ കൃത്യമായി പരിശോധിച്ചതാണ്, കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതാണ്. അവിടെ ഒന്നും തന്നെ ഇത്തരത്തിൽ ഈ ഉന്നയിക്കപ്പെടുന്നത് പോലുള്ള സ്വകാര്യ ദൃശ്യമില്ല, നഗ്ന ദൃശ്യങ്ങൾ അതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പറയുന്നു. മറ്റൊന്ന്, ഷാരോണിൻ്റെ സഹോദരൻ ഷീമോൻ ആയുർവേദ ഡോക്ടറാണ്. ഈ കഷായം കുടിച്ചു, അങ്ങനെ അവസ്ഥനിലയിലായി, ഗ്രീഷ്മ കഷായം തന്നു എന്ന് ഷാരോൺ പറയുമ്പോൾ ആയുർവേദ ഡോക്ടറായ സഹോദരൻ ഈ കഷായത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഗ്രീഷ്മ ശരീരവേദനയ്ക്ക് വാങ്ങിയതാണെന്ന് പറയുമ്പോൾ അത് ഏത് കഷായം, എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയുന്നില്ല. കഷായത്തിൻ്റെ പേര് മാറ്റി മാറ്റി പറയുന്നു. ഏറ്റവും ഒടുവിൽ നിർബന്ധിക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ കുപ്പിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അതിൽ തന്നെ ലേബലില്ല. ഏത് കഷായമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ലേബൽ ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി ഒഴിഞ്ഞു മാറുകയോ കള്ളം പറയുകയോ ചെയ്തു. ഇത് തന്നെ ഈ പ്രതിയുടെ സ്വഭാവം എന്ത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ കൊലപാതകം നടത്തി, അത് മറ്റൊരു വിവാഹത്തിന് വേണ്ടി കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകം നടത്തി എന്ന വാദമാണ് പറയുന്നത്. അതേസമയം പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയും അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും
ഷാരോണിന് ഗ്രീഷ്മയെ സംശയമായിരുന്നു, തന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത് എന്ന ഒരു ചിന്താഗതിയോടുകൂടി ട്രാപ്പിലാക്കുകയും പിന്നെ നിരന്തരമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു. ആത്മഹത്യ മാത്രമായിരുന്നു പെൺകുട്ടിക്ക് മുന്നിലുള്ള പോംവഴി. അതിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യേണ്ടി വന്നു. പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന കാര്യമാണ് ഇന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ചെകുത്താന്റെ ചിന്തയാണ് പ്രതിക്കെന്ന വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയും ചെയ്തു. അഭിലാഷ്. യെസ്, എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അടക്കമാണ് ഇപ്പോൾ വിനോദ് കൂട്ടിച്ചേർത്തത്. അതേസമയം പ്രോസിക്യൂഷൻ എന്താണ് പറഞ്ഞത്? മിഥുനാണ് അവിടെ ഉണ്ടായിരുന്നത്. മിഥുൻ ഇന്ന് മറ്റു ചില വാദങ്ങൾ, അത് സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ ഒരു കേസിന്റെ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം ഒരു കാരണവശാലും തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാദം ഉയർത്തുക. പക്ഷേ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇന്ന് മറ്റൊരു വാദം പുതുതായി ഉന്നയിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയുകയുണ്ടായല്ലോ. അത് ഈ ഗ്രീഷ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഷാരോൺ. അത് പ്രചരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രണയബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു ഷാരോൺ. അതുകൊണ്ട് മറ്റു വഴികളുണ്ടായിരുന്നില്ല എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ അത് കുറ്റം ചെയ്തു എന്നതുകൂടി സമ്മതിക്കലായി മാറുന്നുമുണ്ട്. ആ കുറ്റം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഇതാണ് എന്ന തരത്തിലുള്ള ശിക്ഷയിന്മേൽ ഇളവ് ലഭിക്കുന്നതിനുള്ള ഒരു വാദം കൂടി ഉന്നയിച്ചു എന്നാണല്ലോ പ്രോസിക്യൂഷൻ പറഞ്ഞത്. അഭിലാഷ്, തീർച്ചയായും അത്തരത്തിലൊരു വാദം തന്നെയാണ് ഇന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം കുറ്റം ചെയ്യാനുള്ള ഒരു കൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചതിനുള്ള കാരണമായി അവർ പറയുന്നത്, അതായത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ഈ പറയുന്ന ഗ്രീഷ്മയുടെ പ്രതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഈ ഷാരോൺ മൊബൈൽ ചിത്രീകരിച്ചിരുന്നു. ഇത് മറ്റ് ആളുകൾക്ക് കൈമാറും അല്ലെങ്കിൽ പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞു ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതി കുറ്റകൃത്യത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ പ്രതി ആത്മഹത്യാ പ്രേരണയുള്ള വ്യക്തിയായിരുന്നു. ആ സമയത്താണ് അത് ഈ ആത്മഹത്യ ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു വിഷക്കുപ്പിയാണ് പിന്നീട് ആ കഷായമാണ് ഷാരോൺ എടുത്തു കുടിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രതിഭാഗം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു തരത്തിൽ കേസ് പ്രതി കുറ്റം ചെയ്തു എന്ന് പ്രതിഭാഗം തന്നെ സമ്മതിക്കുകയും ചെയ്തതിനൊപ്പം തന്നെ ഇക്കാര്യത്താലാണ് ഈ പ്രതി ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യം കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റൊന്ന് വളരെ വൈകാരികമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ഈ പ്രോസിക്യൂഷൻ വാദങ്ങൾ നിർത്തുകയും ചെയ്തത്. കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത അത്യപൂർവമായ ഒരു സംഭവം, കേരള മനസാക്ഷി തന്നെ നെറ്റിച്ച ഒരു സംഭവം, ഒരു പ്രണയത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരാൾക്കും മറ്റൊരാൾക്കും ഇത്തരത്തിൽ രീതിയിലുള്ള സംഭവം ഉണ്ടാകരുത്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഒരു തരത്തിലും ഒരു പ്രതിക്ക് ഇളവ് നൽകരുത്, ശിക്ഷയിൽ ഇളവ് നൽകരുത്, പരമാവധി അനുശാസിക്കുന്ന ശിക്ഷ തന്നെ നൽകണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഒരു ഏത് തരത്തിലുള്ള ഈ അന്തിമവാദം പൂർത്തീകരിച്ച ശേഷം പുറത്തേക്കിറങ്ങി വന്ന പ്രോസിക്യൂഷനോട് നമ്മൾ ചോദിച്ചു, ഇനി എന്താണ് ഒരു പ്രതീക്ഷ? ഈ അന്തിമവാദം കഴിയുമ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ പരിഗണിക്കുമ്പോൾ പക്ഷേ കേസിലെ ഏതെങ്കിലും തരത്തിൽ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ രീതിയിൽ ഏതെങ്കിലും ഇളവ് അനുവദിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണോ അല്ലെങ്കിൽ ജീവപര്യന്തമാണോ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച അറിയാം. പക്ഷേ അതിൽ കുറഞ്ഞ് താഴേക്കൊരു തരത്തിലും ഈ കേസിന്റെ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഒരു തരത്തിലുമുള്ള ഇളവ് പ്രതി അനുശാസിക്കുന്നില്ല. പ്രതിക്ക് അത്തരത്തിലുള്ള ഇളവ് നൽകേണ്ട സാഹചര്യമില്ല. ചെകുത്താന്റെ ചിന്തയായിരുന്നു പ്രതിക്കുണ്ടായിരുന്നത്. അതാണ് ആദ്യം കൊലപാതകം നടത്താൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടതിന് പിന്നാലെ വീണ്ടും ഈ ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് 11 ദിവസം നരകിച്ചാണ് ഷാരോൺ രാജ് മെഡിക്കൽ കോളേജിൽ നരകയാതന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മരണപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രണയം നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രണയത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയ പ്രതിക്ക് കൃത്യമായ ശിക്ഷ നൽകണം, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. അഭിലാഷ്, യെസ്, ഇത്തരത്തിലുള്ള വാദം ആണ് ഇന്ന് നടന്നത്.